എല്ലാവർക്കും നമസ്കാരം. പൈത്തണയും ഇഗ്വാനയും അതുപോലെ തന്നെ സ്കോർപ്പിയോണയും എല്ലാം കാണാൻ വേണ്ടി നമ്മളിന്ന് നെമ്മാറ പെറ്റ്സ് പാർക്കിൽ വന്നതായിരുന്നു. 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അപ്പം ഞങ്ങൾ മൊത്തം 5 പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ടത് ഈ കിളികളെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാം. നമുക്കതിനെ ഉപദ്രവിക്കാതെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അടുത്ത് വലിയൊരു ആമാട്ടാ. ഇതിനൊരു ചെറിയ കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് തൊടാം. ഞങ്ങൾ തൊടാനൊന്നും നിന്നില്ല. നല്ല അടിപൊളി ഒരു വലിയൊരു ആമ. നമ്മളിതൊന്നും ഇത്ര അടുത്തുനിന്ന് കണ്ടിട്ടില്ലല്ലോ. ഇഗ്വാനകൾ. നമുക്ക് ഇഗ്വാനെ കയ്യിലെടുത്തിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ആകർഷണം. ഞാൻ ഈ ഇഗ്വാനെ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാ. ഇത് നമ്മുടെ പൈത്തനാണ്, പക്ഷെ ഇന്ത്യനല്ല, വിദേശിയാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ മലമ്പാമ്പില്ലേ, വിദേശി. ഇതിന് നമുക്ക് ചെറിയ ഒരു സാധനമാണ്. നമുക്ക് പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. പയ്യൻ ആദ്യം പേടിച്ചെങ്കിലും അവിടുത്തെ ഷെഫ് പെട്ടെന്ന് അങ്ങോട്ട് കഴുത്തിലിട്ട് കൊടുത്തു. പിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, പേടി വെളിയിൽ നിൽക്കാതെ ആൾ നിൽക്കുകയാണ്. ഒരു ചെറിയ മങ്കീസാണ് അത്. 2 മങ്കീസ് ഉണ്ടായിരുന്നു, ചെറിയത്. ഇതിൻ്റെ പേരൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. പിന്നെ സ്റ്റാഫുകൾ വന്നിട്ട് ഈ പൈത്തൺ മലമ്പാമ്പിൻ്റെ അടുത്തും അതുപോലെ ഇഗ്വാനിൻ്റെ അടുത്തൊക്കെയാണ് അവർ കൂടുതൽ നിൽക്കുക. അതുകൊണ്ട് നമ്മൾ ചോദിച്ചൊന്നുമില്ല ഇതിൻ്റെ ഒറിജിനൽ പേരെന്താണെന്ന്. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. 2 കുട്ടിത്തേവാങ്കൾ. അപ്പോൾ കുറേ നേരം അവരുടെ കളിയൊക്കെ കണ്ടിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ എല്ലാവരും ഇഗ്വാനെ മാത്രമാണ് എല്ലാവരും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നമ്മുടെ പയ്യനും വന്നിട്ട് ഇഗ്വാനെ അടുത്തൊരു ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുകയാണേ. പൈത്തനെ കഴുത്തിലെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഇട്ട് കൊടുത്താണ്. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാല്ലേ, എന്താ കളി. വെളിയിലൊരു വെള്ള എലി പോലൊരു 2 ഐറ്റം ഉണ്ടായിരുന്നു. എനിക്കിതിൻ്റെ പേരറിയില്ല. എന്നാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികളൊക്കെ അതിനെ അടുത്ത് പോയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സ്കോർപ്പിയോണും അതുപോലെ തന്നെ ഒരു ചെലന്തിയും 8 കാലിയും. ഇതാണ് ഇത് 2 അടുത്തടുത്തുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ കയ്യിലൊക്കെ നിന്നിട്ട് നമുക്ക് എടുക്കാം. ഇതിന് സ്കോർപ്പിയോന് വിഷമുണ്ടോ ചോദിച്ചപ്പോൾ വിഷമില്ല എന്നാണ് സ്റ്റാഫ് പറഞ്ഞത്. ഇവിടുത്തെ ഏതിനും വിഷമില്ല, അങ്ങനത്തെ വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ആളുകളെല്ലാം 8 കാലിയും സ്കോർപ്പിയോണെല്ലാം എടുത്തിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എന്താ ഒരു പ്ലാസ്റ്റിക് സ്കോർപ്പിയോൺ എടുക്കുന്ന പോലെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർ. ഇനി കുറേ ഇഗ്വാനകളുടെ ഒരു കൂട് കാണിച്ചു തരാട്ടാ. ഇതിൽ ഒരുപാടെണ്ണമുണ്ട്, 7 എണ്ണം ഉണ്ട് ഇഗ്വാനകൾ. അതിങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഒരാളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുക്കുന്നത്. പല കളറിലാണ് കേട്ടോ. ചിലതെല്ലാം നല്ല കളർഫുള്ളായിട്ടുണ്ട്. അടുത്തത് അർജൻറ്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു. ആൾ നല്ല ഉറക്കോട്ടാ. പിന്നെ ഇങ്ങനെ പോവുക. ആ പാർക്ക് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത നിറയെ മരങ്ങൾക്ക് നടുവിലോട്ടാ. അതുകൊണ്ട് എത്ര വെയിലുണ്ടെങ്കിലും നല്ല കൂളിംഗ് ഉണ്ടാവും. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി. അതിന് ഇത്ര അടുത്തുനിന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താ ഇങ്ങനെ പൈപ്പിൽ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൊക്കെല്ലാം നല്ല വലിപ്പമുണ്ടായിരുന്നു. ഈ കൂട്ടിൽ ഒറ്റ ഒട്ടകപ്പക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെയും പേരൊന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ എന്താ പറയുക, പെരിച്ചാഴി പോലെ ഉണ്ടായിരുന്നു. നല്ല വെള്ള കളർ 2 എണ്ണം ഉണ്ടായിരുന്നു. നല്ല ആക്റ്റീവാണ് കേട്ടോ.
ലോകത്തിലെ ഏറ്റവും ചെറിയ പശു പങ്കാനൂർ പശു കേട്ടാ, കുഞ്ഞൻ പശുക്കൾ. അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഡായിരുന്നു അത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കഴുതക്കുട്ടനെയും കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ആടും, പിന്നെ 2-3 കോഴികൾ. ഈ കോഴികളുടെ കാലെല്ലാം ഒരു ബൂട്ട് പോലെ രോമങ്ങൾ, തൂവലുകളുണ്ട്. അടുത്തത് കണ്ടത് നമ്മുടെ എമു ഉണ്ടാ. 2 എമു ഉണ്ടായിരുന്നേ. ആള് കുറച്ച് ടെററാണെന്ന് തോന്നുന്നു ലുക്ക് കാണുമ്പോൾ. നമ്മുടെ എൻട്രൻസിൽ എമുവിൻ്റെ മുട്ടകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അടവയ്ക്കേണ്ടവർക്ക് അടവയ്ക്കാം, അതുപോലെ തന്നെ കഴിക്കേണ്ടവർ കഴിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ 1000 രൂപയ്ക്ക് വാങ്ങിയിട്ട് ആരും കഴിക്കാനൊന്നും പോകുന്നില്ല. അടുത്തത് ചുവന്ന ചെവിയുള്ള ആമട്ടാ. അപ്പോൾ ഒരു ആമ മാത്രം ഉണ്ടായിരുന്നത്, ഇതാണ്. പിന്നെ ഹെഡ്ജ് ഹോഗ്, ആള് 2 നല്ല കിടത്തമാണ്. ഇതാണ് ബ്ലാക്ക് സ്വാൻ. ഇതുവരെ ഞാൻ അരയാനം കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ കറുപ്പ് കണ്ടിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് കേട്ടോ കറുപ്പ് അരയാനം കാണുന്നത്. ഈ പ്രാവ് കണ്ടല്ലോ, ഇതിനെല്ലാം കാലിൽ ഓരോ ഷൂട്ട പോലെയാണ്, ഒരു പ്രത്യേക കോഴിയും പ്രാവും മിക്സ് പോലെയാണ്. സംഭവം പ്രാവുകളാണ്, പക്ഷെ എന്തോ ഒരു ഹൈബ്രിഡ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. വെള്ള എലികൾ. ഇതിനും പേര് വേറെന്തോ ഒരു പേരുണ്ട്, എനിക്ക് ആ പേര് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ ബോർഡൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്തായാലും 150 രൂപേൻ്റെ ടിക്കറ്റിന് കൊള്ളാം. ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ജീവികളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം അടുത്തുനിന്ന് കാണാം. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത. ബ്ലൂ ആൻഡ് ഗോൾഡ് മാക്കോ, നമ്മുടെ പഞ്ചവർണ്ണ കിളിയെ അടിപൊളിയായിരുന്നു കേട്ടോ. 2 ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഇവിടെ റൈഡ് ഫ്രീ ആണ്, ഹോഴ്സ് റൈഡ് 10 വയസ്സിന് താഴെയുള്ളവർക്ക്. ബാക്കി വലിയവർ കയറുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപയാണ് ചാർജ്. റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു റൗണ്ട് അങ്ങനെ പിള്ളേരെ കയറ്റി വിട്ടു കേട്ടോ. വടക്കം വീരകഥയിലെ ചന്തുവും ആരോമരൊക്കെ പോണ പോലെയല്ലേ പോക്ക്. നമ്മുടെ റെഡ് ആൻഡ് ഗോൾഡ് മാക്കോ ഇല്ലേ, അതിൻ്റെ അടുത്തു നിന്നുള്ള ഒരു ഫോട്ടോ വീഡിയോ കേട്ടോ. നല്ല ക്ലോസപ്പ് ആയിട്ട് എടുത്തു. ഈ പ്രാവുകൾ ഇതിനെ കൂട്ടിലൊന്നും ഇട്ടില്ല കേട്ടോ. ഇത് വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു, പറന്നിട്ട് പോയിട്ട് വന്നിട്ട് തീറ്റ കഴിക്കും, പറന്നു പോകും. ഇത് ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ഇതെന്താണ് ഐറ്റെന്ന് ചോദിക്കാൻ അവിടെ സ്റ്റാഫൊന്നുമില്ല, എന്തായാലും ചോദിച്ചില്ല. കോഴികൾ പക്ഷെ ഫുള്ള് എന്താ പറയുക, പന്നികൾ കൊണ്ട് തുന്നി വെച്ച മാതിരി ഒരു കോഴികൾ. എല്ലാം നോക്ക് വെള്ള പന്നി പോലെ ഉണ്ട്. അതിനടുത്ത് കിടക്കുന്ന അടുത്ത പന്നിക്കുട്ടന്മാരായ മുയലുകൾ. ഇത്രയും രോമങ്ങൾ, അതായത് എന്താ പറയുക, നമ്മൾ മുയൽ സാധാരണ മുയൽ പോലെയല്ല ഇത്. നമ്മുടെ സാധാരണ അരയന്നങ്ങൾ, കറുപ്പ് അരയന്നങ്ങൾ. പിന്നെ ആ എൻട്രൻസിലുണ്ടായിരുന്നു കേട്ടോ, അത് ഫിഷസ്, നിറയെ മീനുകളുണ്ട്, കാണാൻ അടിപൊളിയുണ്ട്. പിന്നെ പേരറിയാത്തതാണെങ്കിലും നല്ല ക്യൂട്ട് കുറേ പക്ഷികൾ. സംഭവം അടിപൊളിയുണ്ട് അല്ലേ. നമ്മുടെ തത്തമ്മൻ്റെയൊക്കെ എന്താ പറയുക, എനിക്ക് പഞ്ചവർണ്ണ കിളിനെ വെച്ച് ഇത് നല്ല ഇഷ്ടമായി. ഇത് ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി നല്ല ഒരു ചെറിയ പാർക്കുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം അവർക്കൊരു അരമണിക്ക് ഹാഫ് ആൻ അവർക്ക് നല്ല സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു തണുപ്പാണ്. എന്താ ഇത്രയും തണുപ്പെന്ന് വെച്ച് ഞാൻ മനസ്സിലാവുന്നില്ല. ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ കുട്ടികളെയൊക്കെ കുറേ നേരം കളിപ്പിച്ചു. എന്തായാലും ഞങ്ങൾക്ക് പോകേണ്ട സമയമായി. ഒരുപാട് നേരം, ഒരു 2 hour സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് അവിടെ. അപ്പോൾ പോകുമ്പോൾ കണ്ട കേട്ടോ, നമ്മുടെ മുള്ളമ്പന്നിൻ്റെ ഒരു ബ്രീഡിൽപ്പെട്ടതാണ് ഇത്. ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് ചെറിയ കുഞ്ഞൻ. അങ്ങനെ വെളിയിൽ പോയിട്ട് ഒരു ഐസ്ക്രീമുകൾ വാങ്ങി, നല്ല ഹാൻഡ് വാഷെല്ലാം ചെയ്തിട്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ എമ്മുവിൻ്റെ മുട്ടേൻ്റെ, ഇതാണ് സാധനം. എന്താല്ലേ
സെറ്റപ്പ്. അപ്പോൾ അവിടെ ഒരു സ്റ്റാഫ് ഒരു പാമ്പിനെ കൊണ്ട് നിൽക്കണമായിരുന്നു. ഇത് വന്ന് കടിക്കുന്ന പാമ്പ്, അതുകൊണ്ടാണ് പുള്ളി ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. ഇത് ആരുടെയും കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വിഷമൊന്നുമില്ല, പക്ഷെ കടിക്കും. ഇതാ ഇത് പെറ്റ് പാർക്കിന് പുറത്ത് വെച്ചിരിക്കുന്ന ഒരു കൂടുണ്ടായിരുന്നു. അവിടെ ഉള്ളൊരു കാഴ്ച കേട്ടാ. എന്തായാലും കൂടെ വന്ന കുട്ടികളെല്ലാം ഹാപ്പിയാണ്, കാരണം അവർക്ക് ഒരുപാട് ജീവികളുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.